ഇവിടെ ഉമ്മ പറഞ്ഞ ചിലപ്പോ കുയ്യൂത്താനല്ലേ ഉമ്മ അവിടെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് മമ്മ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ കമ്പനി കൊണ്ടൊരു കുറച്ച് ദിവസമായി ഇവിടെ ഈ പന്തല് ഇത് ഇവിടെ കെട്ടണം. ആകെ ചോർന്ന് വലിച്ചാണ്, പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് മഴ കൊണ്ടാലും വേണ്ടില്ല, ഇത് ഇവിടെ കെട്ടി നേരെയാക്കണം. അതായത് ഇവിടുത്തെ കോലം എന്താന്ന് കാണിച്ചു കൊടുത്ത വണ്ടി അവിടെ ഇറങ്ങാൻ നിർത്താൻ മാത്രമൊന്നല്ല, ഇമ്മരത്തുനിന്ന് ഇറങ്ങാൻ വയ്യ. ഇമ്മരത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. ഇവിടെ ആദ്യം ഷീറ്റ് ഉണ്ടായിനി, പിന്നെ ആ ഷീറ്റ് നമ്മൾ എന്തോ ഇതിന് വേണ്ടിട്ട് അന്ന് ആക്കാന്ന് കരുതിയാണ്. പക്ഷേ അന്ന് നമ്മൾ എല്ലാം മുറിച്ചിട്ടു, പിന്നെ അത് ആക്കിയതും ഇല്ല, അതങ്ങനെ പോയി. അപ്പൊ മഴ വരുന്നുണ്ട്, പറഞ്ഞു. ഇപ്പൊ മഴയത്ത് എടുക്കാനും വെച്ചാലായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഞാനും അനിയനും രാവിലെ തന്നെ പോയിട്ട് റെന്റിന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് കട്ട് ചെയ്യാൻ മറ്റേ കട്ട് ചെയ്യണ മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കണേ. എത്ര കാട്ടുന്നത് ഗൈസ് നമ്മളെ ലിമുവിന്റെ കൈ എവിടെ നിക്കണില്ല, ഒക്കെ തോളില് അല്ലെങ്കിൽ തലയിൽ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അധികം ടൈം കളയാനില്ല. എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മളെ പരിപാടികൾ ഫുള്ള് കഴിയും. കാരണം മഴ അതിശക്തമായിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് ലെമ്മമ്മ കേൾക്കുന്നത്. വാർത്തയിലൊക്കെ പറയുന്നത് എന്താണ്, റെഡും ചുമപ്പും പിന്നെ എന്താ ഇട്ടൊക്കെയാണാവോ, റെഡും മഞ്ഞും വെച്ചൊക്കെ മഴക്ക് സാധ്യത. ഇന്നലെ ഇന്നും അതിശക്തമായാണ്. എന്താ മഴയല്ലേ, ഈ ഫെജിന് മഴയല്ലേ, ഇത് ചെറിയ മഴയല്ലേ. എടാ അന്തിക്കൊക്കെ എന്തൊരു പെരും മഴ, കാറ്റും മഴ, നിങ്ങളറിയില്ലല്ലോ. അങ്ങനെ നോക്കാം, മേലൊക്കെ നോക്കാം, ഡബ്ബറൊക്കെ ചെരിഞ്ഞിക്കണമായിരിക്കും, പേടിയാകുക. നമുക്കിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുമ്പൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. അതായത് ഇപ്പൊ കണ്ടില്ലേ ഈ നിക്കണ ഭാഗമൊക്കെ ഒന്ന് അതേപോലെ ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കുക. ഇത് കണ്ടില്ല ആകെ തൂങ്ങി നിക്കണത്, അവസ്ഥ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. ഞങ്ങള് മുള പണ്ട് കൊണ്ടാണ്ട് വെച്ചതാണ്, അതൊക്കെ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയാണ്ട് കുത്തിരിക്കുന്നത്. കമ്പിയുടെ അല്ലാതെ വേറെ രക്ഷയില്ല. അതെ ഗൈസ്, അപ്പൊ നമുക്ക് അതൊന്ന് വേഗം ശരിയാക്കാം. എന്നാ അമ്മ നമുക്ക് തുടങ്ങല്ലേ? എന്നാ വേഗം തുടങ്ങാം. എന്നാ തുടങ്ങാറുണ്ട്, അവിടെ നിൽക്കാതെ സാധനങ്ങൾ കിടക്കി. സാധനങ്ങൾ ഇതാ, അതങ്ങനെ കയറി ഇതാ, തീപ്പെട്ടി ഇതാ, ഇവിടെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇതിന്റെ പിന്നെ നീളം നോക്കിയിട്ട് നമുക്ക് എന്നിട്ട് കുയ്യുത്ത. എന്നാ ആദ്യം അതാണ് പരിപാടി. നടുക്കൊന്നും വേണ്ടടാ, നടുക്കൊന്നും വേണ്ട. നടുക്കൊന്നും തടുക്കൊന്നും ആകുമ്പോ നിങ്ങളിത് കുടുംബശ്രീയിൽ ഇരിക്കാതിരിക്കണ മൈക്ക് അത് നിന്നോടെ വർത്താനം പറയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോവാനല്ല, ഇതവിടെ വിളിച്ച് കെട്ടാനാണ്. എല്ലാരും പറയും ഇവളെന്താ തലയിലും തോളത്തൊക്കെ വെച്ച് നടക്കണേ, ഉമ്മ എന്താ പണിയെടുക്കാതെ നടക്കണെന്നൊക്കെ. ഇവളെ കൂട്ടിലിട്ടാ ഇവള് ചീ അറിയും. ഇതാണ് തലീക്കേറ്റം. ഒരാളെ തലീന്ന് ഒരാളെ തലീക്ക് അങ്ങനെ പകരുന്ന പണിയാണ് നോക്ക്. പാവം ചിറകില്ലായിട്ടോ, അല്ലേ കൊറേ പറക്കാൻ നോക്കണേ, പക്ഷെ ചിറകില്ല. എന്തല്ലേ നമ്മളെ മെയിനാണ് അവള് ഇങ്ങനെ കിടക്കും അല്ലേ, കിടക്കൂലേ ലിമോ ഇങ്ങനെ ഉറങ്ങോളൂ. ഗൈസ് നമുക്ക് നമ്മളെ പണി തുടങ്ങാം. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു, ഇത്രയും നേരം നല്ല മഴ ഉണ്ടായില്ലേ. അതെ ഗൈസ്, നിങ്ങൾ ഈ സാധനം വാങ്ങിക്കൊണ്ട് നമ്മളൊക്കെ ഭയങ്കര അല്ല ഉമ്മ ഇതതിന് കെട്ടൊന്ന് പഠിപ്പിച്ചേരി. വെല്ലിമ്മ കാപ്പി കൊണ്ട് വരുന്നുണ്ട്. എന്ത് കാപ്പി 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 അടച്ചോളി. ഓക്കെയാണ് ഓക്കെയാണ്. ഇപ്പൊ പേരടക്കം കത്തീന്. ഞാൻ പറയുമ്പോളേ ഇനിമ്മ ഇവിടെ കെട്ടി പോണോ അതോ അല്ലെങ്കിൽ വഴങ്ങി എടുക്കും. ഇതേ ഇത്ര ഗ്യാപ്പില് വെക്കണം. ഇത്ര ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് കണ്ടോ ഇത് കൂടെ വെള്ളം വരാക്കുള്ളൂ. ഇപ്പൊ തന്നെ ഇതിന്റെ ഒക്കെ വെള്ളം വരും. എടാ ഇതിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ആക്കാം. മതി. അവിടെ കെട്ടില്ല, എന്നാ മഴ തന്നെ കെട്ടിവാ. ഗായ്സ് അങ്ങനെ ഒരു വിധത്തില് ഞങ്ങള് ആ ഒരു മൂല അങ്ങനെ കെട്ടിപ്പോയിക്കണേ. എല്ലാരെയും ഒരു പെട്ടെന്ന് പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഞാൻ ഇത് ആർക്കല്ലോ ഞാൻ അതാ നല്ല കയറ തുണികൾ അവിടെ ഉണ്ടല്ലോ. അടുത്തോനെ വേറെ കയറുണ്ട് കയറുണ്ട്. തുണികൾ നല്ലിടേ തുണികളൊക്കെ അവിടെ ഇതാക്കി നമുക്ക്. ഇപ്പൊ മയക്ക് ചെറുതായിട്ടൊരു ഇതുണ്ട്, ആ ഗ്യാപ്പിൽ നമുക്ക് വേഗം ഇതാക്കാൻ നിക്കാം. ഞാൻ പറയുമ്പോഴേ അതിന്റെ ഹൈറ്റ് എത്ര നോക്കണം. അമ്മ ഒന്നും ഇങ്ങോട്ട് വന്നാണി. അതിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞിക്കണല്ലോ. വെള്ളാണ് ഇതിപ്പോ അങ്ങനെയാണ്. ഇപ്പൊ എവിടെ കുയ്യത്തും ഇവിടെ കുയ്യത്തേണ്ടി വരും.
ഇവിടെ ഇവിടെ കുഴിച്ച് ഇവിടെ പൈപ്പ് ഉണ്ടേ. പൈപ്പ് നമുക്കില്ലല്ലോ. ഇവിടെ ഉണ്ടേ ആ പൈപ്പ് കൂടി പോണ്. കുത്തിയേ ആ പൈപ്പ് കൂടി പോണ്. അങ്ങനെയല്ല, ഈ പൈപ്പ് ഇതുവരെയാണ്. ഇവിടെ കുത്തിയ പോരെ, കാല് ഒപ്പം വേണോ? ആ അല്ല പിന്നെ അവിടെ കുത്തിയിട്ട് എന്താ കാര്യം? മടക്കി വെക്കുക. ഇവിടെ കുത്തണം. ഇതിലേ വന്നിക്കണ ഇതിലെ ഒന്നും ഇവിടെ പിടിച്ചാ എവിടെ വരും? ഇതിന് കാര്യം വരെ ഇതിങ്ങനെ വന്നിക്കണ്. ഇവിടെ കുത്തേണ്ടി വരും. ആ അങ്ങോട്ട് പോയല്ലോ ഞാൻ. എങ്ങോട്ട്? അങ്ങോട്ട് ഇത് കൂടെ അല്ലേ വള്ളി ഉള്ളത്? അങ്ങനെ ഇവിടെ കുത്തി നോക്കാം. എല്ലാം കുത്തി നോക്കാം. പണ്ട് കുത്തിയ മാതിരിക്ക് പോയി. പണ്ട് കുത്തിയമാതിരിക്ക് പണ്ട് ഇപ്പം കുത്തിയിട്ട് പൈപ്പ് പൊട്ടിച്ച അതേമാതിരിക്ക് ഇത് വാങ്ങാൻ കിട്ടൂലേ. ആണോ? ആ ഇത് ഇനിയിപ്പോ പൊട്ടിയ തന്നെ. വെല്ല കുത്തി നോക്കാം. ചേട്ട എടുക്കട്ടെ കേട്ടോ, ചേട്ട എടുക്കട്ടെ കേട്ടോ. ഒരു ചേട്ട എടുത്തോണ്ടി മാന്തി എടുക്കാം. വളമൊക്കെ ഞാൻ പറഞ്ഞു തരണം. ഐഡിയ ഒക്കെ അമ്മമാരുടെ അടുത്തുണ്ട്. നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. റെഡിയാക്കി വെച്ചു. എത്തൂല മൊയന്താ കൊട്ടങ്ങനാരാ. ഇവിടെ കുത്തണി. ഇവിടെ ഞാനാ രണ്ട് തലയും അവിടെ ഒരാൾ അവിടെ ആ കത്തിയെന്ന് പറഞ്ഞാണി. അവിടെ പിടിച്ചോണ്ട് ആവശ്യമില്ല. കത്തി അരക്കല. മഴ വരുന്നതിന് മുമ്പ് വേഗം കയ്യുന്നങ്ങാന്. പോട്ടെ പോട്ടാൻ ഇവിടെ ഒരു ഒലക്കുണ്ട്. എടുക്കുമ്പോ പിന്നെ അത് മുഴുവെട്ടൂല. കയറേ കണ്ടോ? ഉമ്മക്ക് വല്ല ഐഡിയും കിട്ടിയോ? ഈ കയറൊന്നും കഴിച്ചാൽ ഒരു മാരകം. ആ അത് കൊണ്ടേ കളഞ്ഞമ്മ. ആ ഏരി കാണരുത് കേട്ടോ ഒന്നും. കുഞ്ഞ വെച്ച കീറഞ്ഞേ വർഗം പറയാനാടാ. ഫാറ്റി പൊളിഞ്ഞാടുവേ. ഇതേ പറയണ മല്ലിടാനൊന്നും അതിന് ജീവനില്ല പെരക്ക്. ശ്രദ്ധിക്കോ. ഫ്രണ്ട് ഭാഗത്തിന് ഉറപ്പുണ്ട്. എവിടെയും ഉറപ്പില്ല. അള്ളാന്റെ കാവലോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വരാ. അല്ല ഈ ഷീറ്റ് ഒന്ന് ഒഴിഞ്ഞപ്പോ നോക്ക് എന്ത് തെളിച്ചേ ഇവിടെ. അവൻ ഞാൻ കിട്ടിയ തെളിയില്ലേ ഇട്ടാകല്ലേ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒരു കയറെടുത്ത് വലിച്ച നീട്ടി കെട്ടാനല്ലേ? നീട്ടി കെട്ടിയിട്ട് കുയ്യുത്ത. വലിച്ചു കെട്ടാല് എന്നിട്ട് നമുക്ക് സെറ്റ് ആകാം. ഇന്റെ പൊന്നോ ഇത് തൊടുന്നോടത്ത് പണിയാണല്ലോ. ഈ മുരിങ്ങാക്കോലുമ്പ് കറക്റ്റാണല്ലോ. മുരിങ്ങ നമുക്ക് മുരിങ്ങല്ല അത് കറുത്തേണ്. അത് പൊളിഞ്ഞാടുവോ? പിന്നെ അത് പൊളിഞ്ഞാടൂലേ. മറ്റേ ചീറ്റ് അയച്ചോ മോളത്തെ അതിന്റെ ഭാരം കൂടി ആയിട്ടാണ്. അതിന്റെ വാരം കൂടി ആ എന്നാ കഴിച്ച് ഗൈസ് നമ്മള് ഈ മേളത്തെ ഇതൊന്ന് വേഗം കഴിച്ചാണ്. അതിന്റെ വെയിറ്റും കൂടി വരണം. അല്ലെങ്കിൽ ഗൈസ് ഇതൊക്കെ കഴിച്ചപ്പോ ഇവിടുത്തെ ഒരു തെളിച്ച നോക്കി നിങ്ങള്. ഇത് നമ്മളെ പേരെന്നെയാണോ? തലി കയറാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ കണ്ടു ഇല്ല ലിംബുവാ എങ്ങനെയാ ഓക്കെ അല്ലേ? 3 വിട്ടാണി വെള്ളം ഇറങ്ങൂലേ? പിന്നെന്താ പിന്നെന്താ ഇവിടെ കെട്ടി നോക്കാം. അതിന് ഇവിടെ കെട്ടാൻ മരം ഇല്ലല്ലോ. മരമൊന്നുമില്ല അവിടെ. ഇല്ല മരം മുറിച്ച് കളഞ്ഞില്ലേ പിന്നെ എങ്ങനെ മരം ഉണ്ടാവുക? നിങ്ങളിപ്പോ പ്ലാസ്റ്റിക് കിട്ടുന്ന രീതിയിൽ പാടെ മരം അവിടെ ഉണങ്ങിയ മരം. ആ മകഗണി എന്താ അല്ല ഉണങ്ങിയാണ് അത്. കാരണല്ലേ എന്തുണ്ടായത്? അവിടെയും കൂടി വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല ഇത് കുയ്യ് മാറ്റണം. കുയ്യ് മാറ്റിയിട്ട് ഇവിടെ അങ്ങനെ വെക്കേണ്ടി വരും. ഇവിടെ തന്നെ കറക്റ്റ് അളവും വന്നു. ഇത്ര ഹൈറ്റ് മതിയോ? ഹൈറ്റൊക്കെ മതി. അവിടുന്ന് വെള്ളം കണ്ട് പോരണ്ടേ? ഇത് അവിടെ കുത്താ ഇവിടെ കുത്താ. പൈപ്പിന്റെ അളവ് ഉണ്ടാക്കാം. പൈപ്പ് ഇവിടെ വരുന്നേ. പൈപ്പ് ഇതാ പൈപ്പിന്റെ ആവശ്യം നമുക്ക് ഇതിന് ചേർത്തിയാണ് കുത്തിയോളാം. ഇവിടെ കുത്തി നോക്കാം എന്തായാലും. ഇല്ലപ്പോ ഒന്നുമില്ല, കുത്തി വെക്കണ്ട. പൈപ്പ് അവിടെ പൊട്ടും. അതെ വലിയ താഴ്ചയിലൊന്നും അല്ല. അവിടെ തന്നെ പൈപ്പടാ മോണ്ട. എല്ലാം നോക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ ആ പൈപ്പ് അവിടെ നമ്മളെങ്ങനെ കുത്തും. ഞാൻ പറയുന്നത് എന്താ അറിയാ മോണ്ടാനു ഒരൈറ്റ നിങ്ങളെ ഒരു കഥ എന്ന് പറയണ്ട. ഇവിടെ ഈ തൂണ് കുത്തുക, ആ കമ്പി ഇങ്ങോട്ട് നീട്ടിയിടുക. ഇനിയിപ്പോ ലേശം നിങ്ങോട്ട് ഒഴിഞ്ഞ് നിന്ന് കരുതിയിട്ടെന്താ? ശരി മിണ്ടാന്നാണി. അങ്ങനെയാലും പറ്റുമല്ലോ. എങ്ങനെ മനസ്സിലായോ? എടാ അതായത് തൂണോടെ കുത്തുക. കമ്പി എന്തായാലും നീട്ടണ്ടല്ലോ. കമ്പി ഇങ്ങോട്ട് കുറച്ച് നീക്കി കൂടെ. കമ്പി വക്കിനൊക്കെ വെച്ചൂടെ? വിലങ്ങില്ല കമ്പി. മനസ്സിലായോ? ഓലയും ആ കടന്നിട്ട് ഇല്ല. ഇത്ര ആഴത്തിന് ഓലയോ? പിന്നെ 2 തൂണ് മതി. ഒരു തൂണ് ഇവിടെ, അവിടെ ഒരു തൂണും. നല്ല പുറത്തത്തിന് അടിപൊളി നിന്നോളൂ. ബുദ്ധി ഉണ്ട് ഗൈസ്, പക്ഷെ പ്രവർത്തിച്ചാലറിയില്ല.
മുണ്ടാ പോയിക്കോടുന്നു. ഞാൻ കൊറേ നേരം കൊണ്ട് പറഞ്ഞു അങ്ങോട്ടാക്കാണ്. എപ്പ പറഞ്ഞു ഉമ്മ ഇങ്ങോട്ടാക്ക എടാ പറയണൊക്കെ ഉണ്ട്. നിങ്ങളെ ഇവിടെ കൂടെ പോകാത്തിന് ആരോച്ചാ ഇങ്ങോട്ട് വരി. അത് പറഞ്ഞിട്ട് റൂമുക്ക് പോകാനല്ലേ ഇങ്ങോട്ട് വരി. ഇത് ചൂടറിയടാ. അപ്പൊ അങ്ങനെയാന്നുണ്ടെങ്കിൽ ഇവിടെ ആക്കേണ്ടി വരും. ഇനി മാറിക്ക. ഇനി ഒരാലോചന ഇല്ല. മാറി എന്റെ ഇവിടുന്ന് മാറി. എന്നാ ഇതാ മറ്റേ ഇതെടുത്ത് നമ്മ കോരിക്ക. കുമ്പിട്ട് കോരാനും പാരാനൊന്നും കാലിയിട്ട് വെച്ചാത്തോണ്ടാണ് ഈ വിട്ട്. ഇതാണ് ഒരു പണി ഉണ്ടായത്. അത് ഉമ്മ ശരിയാക്കാൻ നിന്ന ഉമ്മമാനെ കൊണ്ട് നടക്കൂല. എന്നാലും ആവശ്യത്തിന് കയറി എടുക്കണ്ടേ നമുക്ക്. പിന്നെ അല്ലോ 2 മുട്ട മടങ്ങൂല. ഈ മുട്ട വെച്ചാത്തോണ്ട് ഇത് റിസ്ക് എടുക്കാച്ച് വെച്ചാ നമ്മമ്മ വന്ന മാതിക്കാണി. അപ്പൊ ഇജ്ജെന്നോട് മാന്തിയോക്കാ. അപ്പൊ ആര് കൊട്ടാനേ നല്ല ആയത്തിന് വേണ്ടി കേട്ടോ. ഞാൻ കൊത്തിത്തരാം. ഒരു ചെറ്റ കൊള്ളാത്ത കൊജ്ജു ഈ അടക്കാണ് അമ്മ മാറുന്നിട്ട്. ഇപ്പത്തെ വീഡിയോ ഉണ്ട്. അല്ല പിന്നെ ചെറ്റ കൊള്ളണ്ടേ. ഇതൊക്കെ മണ്ണാണ്. നല്ല മാന്തലാണ്. ഉമ്മമാക്ക് മാന്തി നല്ല പരിചയം ഉണ്ടോന്നെ. അല്ല പിന്നെ ഇത് എടുക്കണ്ടേ. ജീവനെല്ലാം കാട്ടിയപ്പോ കുജ്ജു ആകും. നമ്മളെ അളവ് പടികൊണ്ട് ആറ്റി കുത്തിയൊക്കെ. ഇതുണ്ടായിക്കോട്ടെ അല്ലേ. കുത്താനൊക്കെ സിമ്പിളാ. കുത്തിക്കണി കുത്താറിനല്ലേ കുത്തി. പോടാ. പോടാ അവിടുന്ന്. കളിയാക്കാതെ. ഒരു കരുതലും ഇല്ല. അമ്മ എന്താ ഇവിടെ പരിപാടി? ഒരു വാണ്ടണ്ടേ മാന്തണം. ഇതൊക്കെ പാറപ്പുറത്ത് പേരിട്ടുമ്പോ ആലോചിച്ചണി. ഞാൻ ഉണ്ടാക്കിയത് ഓണറൊക്കെ എന്താണ് പാറപ്പുറത്ത് ഇതാക്കിന് പറയല്ലേ. അല്ല ഇപ്പൊ പാടം വാങ്ങിയവർക്ക് വാങ്ങിയതു അത് ഇതേ പെര അവിടെ ഇനിയും പെര അത് നീച്ചി കൊണ്ടുവന്ന് നല്ല ചങ്ങായിമാര് നന്നായ കണ്ണാടി കണ്ടായിരുന്നില്ലേ. ഏത് കണ്ണാടി? ചങ്ങായി കൂട്ടുകാരന്മാര് നന്നായി. അപ്പൊ കൂട്ടുകാരന് ഇത് വിൽക്കണം. കൂട്ടുകാരന് വിൽക്കണം. അപ്പൊ പിന്നെ വല്യപ്പാനോട് കുറച്ച് വെള്ളം വാങ്ങി കൊടുത്തോണ്ട് ആടാ നമ്മള് പെര മാറാ. ആയിക്കോട്ടെ വലിയ നമ്മള് അത് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ 2 അടി വാങ്ങി. എവിടെ ഇപ്പൊ ഇതിന്റെ ആളാണ്. കുയ്യുത്തിയോ? പോരാ ഇനി ഒന്നും കൂടെ വണ്ടി കുത്തിക്കളി. സെന്ററിലും കൂടി നമ്മളൊരു കുയ്യത്താണ് കേട്ടോ ഗൈസ്. ഇതൊന്ന് കുത്തിരി കയ്യിലുണ്ടാവില്ല. അത് പിടിച്ചാ മാറി ആഞ്ഞു ഒങ്ങി കൊത്തണം. കുറച്ച് ഒഴിവെട്ടി ഇതെന്താണ് ഇപ്പൊ കാട്ടിയത്? കല്ലിട്ട് കണ്ടാൽ വലിയ കളിക്കാരനാണ്. സ്ലിപ്പായടോ. അനക്ക് സ്ലിപ്പാവൂലേ? ഇനിയിപ്പൊ കയ്യാ നേരത്തെ റൈറ്റ് വന്നു കഴിഞ്ഞാ ഇവിടെ കട്ടിങ് ഇവിടെ ഇത് ഇത് മതി. എന്നോട് ചോദിച്ചു. ഇല്ല ഇത് കറക്റ്റാ. ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്. പൊക്കി ഇതിന് കൊടുക്കി വെച്ചാ അങ്ങനെ ഞാൻ നടുവണ്ടി അങ്ങനെ നോട്ടെ. സൈഡ് കണ്ടു വാങ്ങണ്ടാന്നിട്ടല്ലേ. അതാണ് പിടിച്ചാണിമ്മ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പടുത്താകും. ഞാൻ ഇങ്ങനത്തെ മറ്റേ രീതിക്ക് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നോട്ടെ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അപ്പുറത്തെ അലക്കും തൂണ് വേണ്ടേ? അപ്പുറത്ത് ചേച്ചി ഇവിടെ ഒരു കട്ടിങ് വരിക. അവിടുന്ന് ഒരു പേനയും കൊടുത്ത ആ മാർക്കർ എടുത്തടാ. അമ്മമാരുടെ ബാക്കിൽ മാർക്കർ കാണിച്ചു തരാം. അപ്പൊ ആള് വിട്ട് ആരിക്കാനെ മുറിച്ചാൽ മതി. എങ്ങനെയാ കിട്ടണേ?
കുയിന്റെ കാര്യം ആ കുയി ഇപ്പൊ ഞങ്ങളൊരു എന്താ പറയാ പൂള നാടാലെ കുയ്യാക്കി വെച്ചിക്കണ് 2 4 കുയ്യ് ടോട്ടൽ കുത്തിക്കണ് ഇതില് 2 കുയിന്റെ ആവശ്യമുള്ളൂ നമുക്ക്. അതിന് അവിടെ ആദ്യം ഇവിടെ പറഞ്ഞു, പിന്നെ അവിടെ പറഞ്ഞു സാധനം നോക്കുമ്പോ ഇപ്പൊ ഇതും അതുമാണ് നടുത്ത് രണ്ട് ഒഴിവാക്കേണ്ടി വരും. അതും ഇതുമല്ലേ എടുക്കണേ. അതന്നെയാണ് സംഭവം. എന്താ ചെയ്യാനാ, ഐഡിയ ഉള്ള ഒരാളില്ല നമ്മളെ കൂട്ടത്തിൽ ഇതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിട്ട്. ഇത് ഉമ്മ പിടിച്ചൊക്കെ വിടല്ലേ കേട്ടോ. അല്ല ഇവിടക്ക് കമ്പിക്ക് അളവ് എടുക്കണല്ലേ? ഇവിടക്കില്ല അളവ് എടുത്തിട്ട് കുറച്ച് മുറിച്ചാണ്ടല്ലേ? ആ ഞാൻ കെട്ടി കൂടും, ഞാൻ അങ്ങോട്ട് കൊണ്ടു ഈ കയറ നീ പിടി ഓരോ കയമ്പ. അങ്ങനെ നമ്മളെ ഇത് കഴിഞ്ഞു. ഇനി നേരെ ഇത് കെട്ടാണ്. ഒപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു കയറ് അങ്ങോട്ടും ഒരു കയറും ഇങ്ങോട്ടും ഇടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടണം. അങ്ങനത്തെ കെട്ടാണൊന്ന് പഠിപ്പിച്ചേണ്ടത്. എങ്ങനെ പഠിപ്പിച്ചാലും ആ കെട്ടു ചെത്തൂല. അല്ലെങ്കിൽ ഞാൻ കെട്ടി ഞാൻ കെട്ടും. എടാ ഇങ്ങോട്ട് ഇരിച്ചോക്കാ. ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഗൈസ് കോൺക്രീറ്റ് ആണ് ഇടേണ്ടത്. പിന്നെ മഴക്കാലാണ്. എത്ര ദിവസമാവോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഉറച്ച് കഴിഞ്ഞിട്ട് അതിന് മേപ്പെട്ട് കൂടെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങോട്ട് കിട്ടും. മേള് ഭാഗത്തൊരു കൂനാക്കിയാൽ മതിയല്ലോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഗൈസ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ഇപ്പൊ കെട്ടിൽ നടക്കൂല. ഇത് നിങ്ങൾ ആടിനെ കണ്ടില്ലേ? ഇത് നമുക്കൊന്ന് ഇളകുന്നത് കണ്ടില്ലേ? ആടിനെ കണ്ടില്ലേ? ഇത് ഇളകുന്നത് കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ നടക്കൂല. അത് കോൺക്രീറ്റ് ഇടണം. അപ്പൊ അതിന് പകരം നമ്മള് എന്താ അവിടെ മറ്റേ കറുത്ത മരത്ത് നമുക്ക് കെട്ടിട്ടുണ്ട്. അത് പൊളിഞ്ഞാടില്ല നമുക്കറിയില്ല. വലിയ കറുത്തുണ്ട്. ആരെങ്കിലും ഒരാള് ചെയ്യും പണി. ഇത് രണ്ടാളും പാടെ അവിടെ നിന്നുണ്ട്. ഇവിടെയൊക്കെ ഈ മരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മരം ഇവിടെ ഉണ്ടെന്നുണ്ടല്ലോ, ഈ മരത്തുമ്പോ ഒരു കെട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബലത്തിൽ നിന്നിനി. അത് അങ്ങോട്ട് നോക്ക്. മരത്തിന്റെ കാര്യം ഞാനെന്ത് പറയാനാണ്? കണ്ടോനായിരിക്കും മരം കുഴിച്ചിട്ടാ ഒരു ഈത്താനും മുറിച്ചണ്ടേ. ഗൈസ് അങ്ങനെ നമ്മള് പണിയെടുത്തോണ്ട് നിന്നപ്പോ കുറച്ച് ആൾക്കാർ നമ്മളെ കാണാൻ വന്നു. ഒരു 3 ആൾക്കാർ നമ്മളെ കാണാൻ. എന്താ പേരെന്താ? എന്റെ പേരെന്താ? ഫൈസേ. സോലി നമ്മളെ മേലാറ്റൂരിന്ന് കാണാൻ വന്നിട്ടോ. ഇമാതിരി മഴയത്ത് കാണാൻ വന്നിക്കാ അല്ലേ? ആരെ ഫാന? അമ്മമാന്റെ ഫാനാ? ഇങ്ങോട്ട് മടിച്ചിരിക്കണ. ഇങ്ങോട്ട് വരി. എപ്പോഴാ നിങ്ങൾ ഇറങ്ങി? ഉച്ചക്ക് ഇറങ്ങിയല്ലേ? ഈ മഴയത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്നിക്ക. അമ്മമാനെ മെയിനായിട്ട് കാണാൻ വന്നിക്ക. എന്തിനാ നമ്മളെ കാണാൻ? അതെ, ഒരു കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നാണ് തന്നാണ്. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്കൊരു ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങൾക്ക് കൂട്ടുകാരികളോടൊക്കെ പറയണ്ടിട്ടോ. തിന്നോണ്ടി മൊബൈൽ മതിയാവൂലേ? ഞങ്ങൾ കേട്ടോ. ഗൈസ് അങ്ങനെ ഓടി പോയി. ഓല് ഇറങ്ങുന്നുണ്ട്. നല്ല മഴ കേട്ടോ. അവിടെയൊക്കെ വൗക്കി കൊഞ്ഞാടാൻ നിൽക്കണ കഴിക്കാം. ഓലോട് നോക്കി ഇറങ്ങാൻ പറയുന്നത്. ഇനി നമ്മളെ പരിപാടി എന്താ? പരിപാടി മഴ വരുന്നത്. അങ്ങനെ ഇപ്പൊ മഴയത്ത് എടുക്കണം. ഗൈസ് നമ്മള് പൗതിക്ക് വെച്ചാണ് നിൽക്കാണ്ടപ്പത്. അതിനെ അപ്പത്തിന് ഇവര് വന്നു. ഇനിയിപ്പോ നമ്മള് ബാക്കി പരിപാടി എടുക്കാൻ നോക്കട്ടെ അല്ലേ? 2 തൂണ് കുത്തി. ഒന്ന് വെക്കണ അവിടെ ഒരു തൂണുമ്പാട് കുത്തി, ഇവിടെ ഒരു തൂണുമ്പാടൊപ്പം നമ്മൾ കുത്തി. ഇമ്മ അതൊന്നും വേഗം പരിപാടി തീർക്കി. എന്താണ് പരിപാടി? മഴയത്ത് എങ്ങനെയാടാ? എനിക്കറിയില്ല. എന്തായാലും പരിപാടി പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടെ. കാരണം ഈ മടി പിടിച്ച് നിൽക്കാൻ നിൽക്കല്ലോ. വേഗം ഉത്സാഹത്തോടെ വേഗം ചെയ്യാൻ നോക്കി. പിന്നെ ഇത്രയും നേരം ഉണ്ടായിപ്പോ ഇത്രയും കാട്ടിയാറ് ഇമ്മയാണോ അതോ അല്ല തൽക്കാലേ നമുക്ക് നാളെ ഇന്ന് കട തുറക്കൂലല്ലോ. നാളെ അല്ലേ കട തുറന്നിട്ട് സാധനം കിട്ടുള്ളൂ. അതല്ല നമ്മള് ഈ ഒരു കമ്പ് എന്തേലും കുഴിച്ചിട്ട് കാണുന്ന അവിടെ നിർത്തുക. അത് നാളെ വെച്ചാ പോരെ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. നമ്മള് പരിപാടിക്ക് നിക്കണം. അപ്പൊ വല്യമ്മ മിന്നാൻ നോക്കണ്ട്. വല്യമ്മനെ നമ്മള് വീടിന്റെ പ്രശ്നമല്ല. അപ്പൊ മിന്നാനല്ല വേറെ എന്തെങ്കിലും. അതൊന്നുമില്ല. അതാ നമുക്ക് വേഗം പണിക്കൂടാ. നല്ല മഴക്ക് കെട്ടി. അതന്നെ ഇതൊന്നും നേരെ കെട്ടിയാ മതി. നമുക്ക് ഈ നേരം പണിക്കൂടാ. ആയിക്കോട്ടെ ഗൈസ് നമ്മളിപ്പോ കാട്ടിയ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ കാട്ടിയത്? ഉമ്മമാന്റെ ഐഡിയ, എന്റെ ഐഡിയ അല്ല.
എന്റെ ഐഡിയ ഇപ്പൊ ഇത് ഏതായാലും ഇപ്പൊ ഇങ്ങനെ വലിച്ചു കെട്ടുകയാണ് ഇങ്ങനെ കെട്ടിയാൽ മതി ഇന്ന ഇവിടെ ഇതിന്റെ ആവശ്യം വരുന്നില്ല അതൊന്നും കുഴപ്പമില്ല. എന്റെ അഭിപ്രായത്തിന് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ കാട്ടി എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് എങ്ങനെയൊക്കെ ഇട്ട് ശരിയാക്കി ഇപ്പൊ ഇനി കൂടി വലിച്ചു കെട്ടിയാൽ റെഡിയായി. ആ സൈഡും കൂടി ഇങ്ങനെ ആക്കി വെച്ചിരിക്കണ ഇപ്പൊ. അതിനിപ്പോ അവിടെ മുരിങ്ങ ഉണ്ട്, ഈ മുരിങ്ങമ്മ കെട്ടിയാൽ മതി. മുരിങ്ങമ്മ കെട്ടിയാ മുരിങ്ങ അങ്ങോട്ടാണ് പോരൂല്ലേ? അവിടെ ഇല്ല, മുരിങ്ങന്റെ തലപ്പില്ല, മുരിങ്ങ മുരടാണ്. അവിടെ കിടിഞ്ഞിക്കണ മരുന്ന് ഈ ഒരു ഭാഗമാണ് ആകെ കൺഫ്യൂഷൻ അവർക്ക് നമുക്ക് തൂണ് കുഴിച്ചിടാ. ഇവിടേക്കേ ഒരു ഇത് കുഴിച്ചിട്ടിട്ട് നമുക്ക് ഇവിടേക്ക് കുഴിച്ച് കെട്ടാം. ഇവിടെ കുഴിച്ചിടേണ്ടി വരും. ഗൈസ്, അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഇതിന് ബലം കണ്ടെത്തിയിരിക്കുകയാണ്. അതെ, ബലം തന്നെയാണ്. വലിയ ബലാണ്. വായമലാണ് ബലം. നല്ല വിലയാണ്, നല്ല വായ. ഒരു കൊലയും കൊലച്ചിക്കണ് ആ കൊലമ്മ വായമലൊക്കെയാണ് നമ്മളെ കെട്ടി. ഗൈസ്, ഇത് ഇങ്ങനെയല്ല സംഭവം. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കെട്ടിയതാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ കമ്പി വരാനുണ്ട്, അവിടെ ഒരു തൂണുംപാടെ വരാനുണ്ട്. അപ്പോൾ ഈ തൂണ് ഉറക്കാൻ ഏകദേശം ഒരു 2 ദിവസം എടുക്കൂലേ കോൺക്രീറ്റ്. ഞങ്ങൾ പോയിട്ട് മറ്റേ കോൺക്രീറ്റ് വാങ്ങിക്കൊണ്ടിരാം. എന്നിട്ട് മറ്റേ 2 കോൺക്രീറ്റ് ഇടുക. എന്നിട്ട് നാളെ ഡൽഹി നമുക്കിവിടെ കുയ്യും കമ്പി നാളെ വാങ്ങിക്കൊണ്ടിരണം. ഇന്ന് ഞായറാഴ്ചയാണ്, ഒരു കമ്പനി കൂടെ കുറവുണ്ട്. കടയില്ല പണ്ടാറങ്ങി ഒരു പണി എടുക്കാൻ നോക്കിയാൽ കടയുണ്ടാവില്ല. ഇതിപ്പോ വലിച്ചു കെട്ടിക്കണതാകണം ഈ വായമൊക്കെ. ഇത് എന്താ അറിയില്ല, വെറുതെ കെട്ടിയാട്ടോ. ഇനി ഇത് പറയല്ലേ, ഏത് പൊട്ടന്മാരും അങ്ങനെ പറയല്ലേ. ഇത് ഞങ്ങൾക്ക് അറിയാം വായാണ് എന്നുള്ളത്. എന്താണ് ഇപ്പൊ ഒരു സുഖമായില്ലേ? ഇപ്പൊ സുഖമായി. ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഇതുണ്ട്. മറ്റേ എന്താ ചളിക്കല്ലേ ഇറങ്ങണത്. മറ്റേ നേരത്തെ ഞാൻ പറയുമ്പോഴേ നമുക്ക് വേഗം പോയിട്ട് സിമെന്റ് വാങ്ങിക്കൊണ്ടിരണം. പിന്നെ ആ റെന്റിന് കൊടുത്ത കമ്പി ആവും മിക്കവാറും നാളെ നാളെ കൊടുക്കാം. നാളെ കൊടുത്താൽ മതിയടാ, അവിടെ കുയ്യൂത്താണ്ട് പണിയുണ്ടല്ലോ. ഗൈസ്, ഞാൻ കോൺക്രീറ്റ് വാങ്ങാൻ പോയതാണ്. കോൺക്രീറ്റോ സിമെന്റ് വാങ്ങാൻ പോയതാണ് ഗൈസ്. സിമെന്റ് വാങ്ങാൻ പോയതാണ്, പക്ഷെ സിമെന്റ് കിട്ടിയിട്ടില്ല. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കട അവധിയാണ്. ഇത് പോയിട്ടാ ഞങ്ങള് ഓർത്തത്. ഞായറാഴ്ച ആണല്ലോ എന്നില്ലായാലും. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അത് നമുക്ക് നാളെ പരിപാടി നോക്കണം. നാളെ ഇപ്പൊ ഇനി ഒരു തൂണ് വാങ്ങാനുണ്ട്, പിന്നെ 2-3 കമ്പികൾ വാങ്ങാനുണ്ട്. കാരണം ഇങ്ങനെ വിലങ്ങനെ വെക്കണം, വെള്ളം അങ്ങനെ കെട്ടിക്കാക്കാൻ വേണ്ടി ഡയറക്റ്റ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ രാവിലെ പരിപാടി തുടങ്ങിയാണ് അല്ലേ. മഴ നമുക്ക് ഒഴിഞ്ഞു തന്നു നമ്മുടെ പരിപാടി. കുറച്ചു നേരത്തിന് ഒഴിഞ്ഞു മഴ കുറച്ച് നേരത്തിന് ഒഴിഞ്ഞു തന്നു. അല്ല, നമ്മളിന്ന് ചോറ് നിക്കണോ ഉച്ചക്കത്തെ? ചോറ് ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ ചോറുന്നിട്ടില്ല. ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തിനായി. ഉച്ചക്കത്തെ ചോറ് ഞങ്ങൾ ഇതുവരെ ചോറുന്നിട്ടില്ല. ഈ പരിപാടി പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ സിമെന്റ് ഇട്ടിട്ട് എന്നാ പിന്നെ ഇതാക്കി എഴുതിയാണ്, പക്ഷേ അത് പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ ഇതാക്കാം. നാളെ ഇപ്പം സിമെന്റ് ഒക്കെ ഉറപ്പിച്ച് ലെവലാക്കണം. അതെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. ഭയങ്കര നയിപ്പില്ല പണിയാണ്. പണി ഭയങ്കര ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കിട്ടണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.